ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ ലൈഫിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള 2 ഡേയ്സാണിത്. മാത്രമല്ല നാട്ടിൽ ചെന്നപ്പോഴത്തേനും ഉണ്ടായ കുറച്ച് വിശേഷങ്ങളും കുറച്ച് സർപ്രൈസസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ സൺഡേ രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ ഞാൻ നേരെ റീഫ്രഷ് ആയതിന് ശേഷം കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അമ്മ എന്നെ കിച്ചണിൽ കയറാനൊന്നും സമ്മതിക്കത്തില്ല കേട്ടോ. എല്ലാം അമ്മ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. എന്നാലും ചെറിയ ചെറിയ ഹെൽപ്പൊക്കെ ഞാനും ചെയ്തു കൊടുക്കാറുണ്ട്. അങ്ങനെ ഞാൻ ഹസ്ബൻഡിന് വേണ്ടിയിട്ടുള്ള കട്ടനൊക്കെ ഒന്ന് ഇട്ടതാണ്. ഹസ്ബൻഡ് അങ്ങനെ കട്ടൻ കുടിക്കാറില്ല, പക്ഷേ ഇവിടുത്തെ തണുപ്പിൻ്റെ ഇതുകൊണ്ട് കുടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഒറട്ടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അമ്മയുടെ സ്പെഷ്യൽ ഒറട്ടിയാണിത്. അമ്മ വീട്ടിൽ തന്നെ പൊടിപ്പിച്ചെടുത്ത അരിപ്പൊടിയൊക്കെയാണിത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചധികം തന്നെ തേങ്ങ ഇതുപോലെ ചിരകി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. വീട്ടിൽ അമ്മ ഒരുപാട് തേങ്ങ യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫ്രീ ടൈമിൽ ഇതുപോലെ കുറേ തേങ്ങ ഇങ്ങനെ ചിരകി വെച്ച് കൊടുത്തു. അപ്പോൾ അനിയൻ്റെ വൈഫും ഇതുപോലെ വീട്ടിലുള്ളപ്പോഴത്തേനും ഫ്രീ ആകുമ്പോഴത്തേനും അവളും ഇതുപോലെ തേങ്ങ ചിരകി കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒറട്ടിയാണ്. അപ്പോൾ അമ്മ തന്നെ വീട്ടിൽ പൊടിപ്പിച്ചിട്ടുള്ള മാവിലാണിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും കൂടി ഒന്ന് പരത്തി നോക്കിയതാണ്. അപ്പോൾ ഞാൻ ചെയ്തതൊക്കെ പൊട്ടിപ്പോയി. അപ്പോൾ അമ്മ നല്ല എക്സ്പേർട്ടാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ തലേ ദിവസം ഇതുപോലെ ബീഫ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കറി ഇരിപ്പുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് പറ്റിച്ചെടുത്തു. അതും കൂടി കൂട്ടിയിട്ടാണ് ഇന്ന് ഒറട്ടി കഴിച്ചത്. അപ്പോൾ ആമിക്കൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത് ലുലു മാളിലാണ്. അപ്പോൾ ശരിക്കും ഇത് ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തതൊന്നും അല്ലായിരുന്നു. കാരണം ഞങ്ങൾ ലാസ്റ്റ് ടൈം വന്നപ്പോഴത്തേന് ലുലു മാളിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ പോകണമെന്നൊന്നും വിചാരിച്ചിരുന്നില്ല. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ്, വർക്ക് ഫ്രം ഹോമാണ് ഹസ്ബൻഡിന്. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ലീവ് ആയതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ വളരെ സർപ്രൈസ്ഡ് ആയിട്ട് എൻ്റെ ഫ്രണ്ടിനെ ഇവിടെ വെച്ച് കണ്ടു. അപ്പോൾ ഈ പുള്ളിക്കാരത്തി നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മുടെ എല്ലാ വീഡിയോയിലും ഇതുപോലെ കമൻസൊക്കെ ഇടാറുണ്ട്. അപ്പോൾ ഞങ്ങൾ കോളേജിൽ ഒരുമിച്ച് പഠിച്ചതാണ്. 11 വർഷത്തിന് ഇപ്പുറമാണ് ഞങ്ങൾ കാണുന്നത്. ഈ 11 വർഷത്തിനിടയിൽ ഞങ്ങൾ ഇതുവരേക്കും പരസ്പരം കണ്ടിട്ടൊന്നും ഇല്ല. പിന്നെ വാട്സാപ്പ് വഴിയുള്ള ഒരു കോണ്ടാക്റ്റ് മാത്രമാണുള്ളത്. അതും റീസെൻ്റായിട്ട് ഈ ഒരു 1 ഇയറിനുള്ളിൽ ഉണ്ടായൊരു സൗഹൃദമാണ്. കോളേജിൽ പഠിക്കുന്ന സമയത്തൊന്നും അധികം ഫ്രണ്ട്ഷിപ്പൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് ഹായ് ബൈ അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പായിരുന്നു കേട്ടോ. പിന്നെ ഈ റീസെൻ്റായിട്ട് നമ്മുടെ വ്ളോഗ്സൊക്കെ കണ്ടിട്ട് ഞാനായിട്ട് കൂടുതൽ അറ്റാച്ച്ഡ് ആയതാണ്. അപ്പം ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, സൂര്യ എന്നാണ് പേര്. അപ്പോൾ അവളുടെ ഹസ്ബൻഡും മോളും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ മോളും ആമിയും 1 വയസ്സിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ പേരും ആമി എന്നാണ്. വീട്ടിൽ ആമി എന്നാണ് വിളിക്കുന്നത്. അമേയ എന്നാണ് സ്കൂളിൽ വിളിക്കുന്ന പേര്. അപ്പോൾ എൻ്റെ ആമിയെയും വീട്ടിൽ ആമി എന്നാണല്ലോ വിളിക്കുന്നത്. ആത്മിക എന്നാണല്ലോ അവളുടെ പുറത്തെ പേര്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ കുറേയധികം കോയിൻസിഡൻസസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ പരസ്പരം സംസാരിച്ച് മെസ്സേജ് അയച്ചൊക്കെ വന്നപ്പോഴത്തേനാണ് ഞങ്ങൾ തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. എൻ്റെ ഏറ്റവും നല്ലൊരു സുഹൃത്താണ്. എൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും എല്ലാ വിഷമങ്ങളിലും കൂടെ നിൽക്കുന്ന എൻ്റെ ഒരു നല്ലൊരു സുഹൃത്താണ്. അപ്പോൾ അവളെ കണ്ടതിൽ ഒരുപാട് സന്തോഷം തോന്നി. ഒരിക്കലും പ്ലാൻ ചെയ്തിട്ടുള്ള വരവൊന്നും അല്ലായിരുന്നു. ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാട്ടിൽ വരുമ്പോഴത്തേനും ലുലു മാളിൽ ചിലപ്പോൾ വരുമെന്ന്. അപ്പോൾ അങ്ങനെ അവരും ആ സമയത്ത് അവിടെ ഉള്ളതുകൊണ്ട് കണ്ടതായിരുന്നു. ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേനും ആമിക്ക് അവളിതുപോലെ ഡ്രസ്സൊക്കെ എടുത്തു തന്നു. വേണ്ടാന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ ആണ് എടുത്തു തന്നത്. അപ്പോൾ ആദ്യം ഞങ്ങൾ മാക്സിലോട്ടേക്കാണ് കയറിയത്. അപ്പോൾ അവിടുത്തെ ഡ്രസ്സൊന്നും അധികം ഇഷ്ടമായില്ല. അങ്ങനെ പിന്നെ അവിടെ നിന്ന് കുറച്ച് ഹെയർ ബാൻഡും ബോയും ഒക്കെ മേടിച്ച് തന്നു. വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒട്ടും തന്നെ കേൾക്കുന്നില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ സ്റ്റുഡിയോയിലേക്ക് പോയിട്ടാണ് ഡ്രസ്സ് എടുത്തത് ആമിക്ക്. ഞങ്ങൾ സാധാരണ ആമിക്ക് സ്റ്റുഡിയോയിൽ നിന്നാണ് ഡ്രസ്സ് എടുക്കാറുള്ളത്. അങ്ങനെ അവർ മേടിച്ച ഡ്രസ്സൊക്കെ ആമിക്ക് കൊടുക്കുകയുണ്ടായി. പരസ്പരം കുട്ടികൾ കണ്ടപ്പോഴത്തേനും ഭയങ്കര സന്തോഷം തോന്നി. ഞങ്ങളെക്കാൾ കൂടുതൽ ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് കുട്ടികൾ തമ്മിലാണ്. ഞങ്ങളെപ്പോലെ തന്നെ ഭയങ്കര അറ്റാച്ച്ഡാണ് കുട്ടികളും. വാട്സാപ്പിലൊക്കെ വോയിസ് മെസ്സേജൊക്കെ അയച്ചുമൊക്കെ ഭയങ്കരമായിട്ട് പരസ്പരം അറിയാവുന്ന 2 പേരാണ് അവർ. പിന്നെ ഹസ്ബൻഡും ഒക്കെ ആണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ അവരായിട്ട് കമ്പനിയായി. എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഡ്രസ്സൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ഗെയിം സോണിലേക്കാണ്. പിന്നെ ഞങ്ങൾ ഓൾറെഡി ഒരു 4:45 ഷോ സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇവർ സിനിമയ്ക്ക് കയറുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് മാത്രമാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ഗെയിം സോണിൽ കയറിയതിന് ശേഷം നമുക്ക് വളരെ കുറച്ച് ടൈമേ ഉള്ളൂ. ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേനും തന്നെ 2:30 ആയി. ശരിക്കും ഞങ്ങൾ രാവിലെ വേറൊരു ഫംഗ്ഷന് പോയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഹസ്ബൻഡ് റിലേറ്റീവിൻ്റെ വേറൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉച്ചയ്ക്കാണ് ഇവിടെ എത്തിയത്. അപ്പോൾ അവരും ആ ടൈമിൽ എന്താണ് എത്തിയത്. അപ്പോൾ 3 മണി തൊട്ട് ഒരു 4:30 വരെ ഏകദേശം ഒരു 1.5 മണിക്കൂറോളം സമയമാണ് ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് സ്പെൻഡ് ചെയ്തത്. ഗെയിം സോണിലേക്ക് കയറിയപ്പോഴത്തേനും അവിടെയും കാണാനായിട്ട് ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. 2 ആമിക്കുട്ടീസും കൂടി ഇതുപോലെ ഗെയിം സോണിലൊക്കെ കയറി കളിക്കുമായിരുന്നു. ഞാനും കുറച്ച് വീഡിയോസൊക്കെ എടുത്തു.
അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് സ്നാക്സൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചായ കുടിക്കാനായിട്ട് കയറിയിട്ടുണ്ട്. ഫുഡ് കോർട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം നാടൻ പലഹാരങ്ങളാണ് ഞങ്ങൾ എടുത്തത്. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചപ്പോഴത്തേനും ഭയങ്കര സന്തോഷം തോന്നി. അമ്മയും അച്ഛനും സൂര്യയും ഹസ്ബൻഡും എൻ്റെ ഹസ്ബൻഡും മക്കളും എല്ലാവരും ആയിട്ട് അടിച്ചു പൊളിച്ചു. ഞങ്ങൾക്ക് കിട്ടിയത് ആകെ ഒരു 1.5 മണിക്കൂറാണെങ്കിലും കുറേ വർഷത്തേക്കുള്ളൊരു നല്ലൊരു മൊമെൻ്റായിരുന്നു അത്. ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റാത്തൊരു മൊമെൻ്റാണ്. ശരിക്കും ഇത്രയും നന്നായിട്ട് നമുക്ക് ഈ ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിരുന്നില്ല. ശരിക്കും ഞങ്ങൾ തിരികെ പോകുന്ന സമയത്ത് നന്നായിട്ട് വിഷമം തോന്നി. പിന്നെ നമ്മുടെ ഏതൊരു വിഷമത്തിലും എന്ത് കാര്യത്തിലും കൂടെ നിൽക്കുന്ന ഒരാളാണല്ലോ നമ്മുടെ നല്ലൊരു സുഹൃത്തെന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. നമ്മുടെ എല്ലാ കഷ്ടത്തിലും ദുഃഖത്തിലും ഒരുപോലെ നിൽക്കുന്ന ഒരാളായിരിക്കണം നല്ലൊരു സുഹൃത്തെന്ന് പറയുന്നത്. അപ്പോൾ അത്രയും നല്ലൊരു സുഹൃത്താണ് സൂര്യ. അപ്പോൾ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവർ വീട്ടിലേക്ക് പോയി. ഞങ്ങൾ പിന്നെ സിനിമയ്ക്ക് കയറിയായിരുന്നു. പിന്നെ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന മൂവി ഗുരുവായൂർ അമ്പലനടയിലായിരുന്നു. നല്ല മൂവിയായിരുന്നു, നല്ല കോമഡി ഫിലിമായിരുന്നു. ഹസ്ബൻഡിനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. അച്ഛനെയും അമ്മയൊക്കെ ഞങ്ങൾ ഇതുപോലെ നാട്ടിൽ വരുമ്പോഴൊക്കെയാണ് കൂടുതലായിട്ട് സിനിമയ്ക്ക് കൊണ്ടുപോകുന്നത്. കൂടുതൽ അവർ ചെന്നൈയിലേക്ക് വരുമ്പോഴാണ് കൊണ്ടുപോകാറുള്ളത്. വീട്ടിലെത്തിയപ്പോഴത്തേനും 10-10:30 പിന്നെ ഞങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് വന്നത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ആണ് വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. എൻ്റെ അച്ഛൻ്റെ പിറന്നാളാണ്. അപ്പോൾ ഇന്ന് കേക്കൊക്കെ മേടിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഷെയർ ചെയ്തേക്കാം. രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ ഞാൻ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷമാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്നെ ഇങ്ങനെ അമ്മ കിച്ചണിലൊന്നും കയറാനായിട്ട് സമ്മതിക്കത്തില്ല കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല നാടൻ ചീര കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചീര തോരൻ വെക്കാനായിട്ട് കിച്ചണിലേക്ക് ഞാൻ കയറിയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് അമ്മ വന്നിട്ട് പറഞ്ഞത് ഒന്നും ചെയ്യേണ്ടെന്നാണ് പറഞ്ഞത്. കാരണം ഞാനിവിടെ ചെന്നൈയിൽ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് എല്ലാം ഒറ്റയ്ക്കല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ പെൺമക്കളെ കല്യാണം കഴിപ്പിച്ചിട്ടിട്ട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അമ്മമാർക്ക് നമ്മളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാനായിട്ട് ഭയങ്കര വിഷമമായിരിക്കും അല്ലേ അവർ നമ്മുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ. അതേ അവസ്ഥ തന്നെയാണ് എൻ്റെ വീട്ടിലും. എന്നാലും അമ്മ പറഞ്ഞത് കേൾക്കാതെ ഞാൻ കിച്ചണിലേക്ക് കയറി തോരനൊക്കെ വെച്ചു. പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് വിട്ടുപോയതായിരുന്നു. ഞങ്ങളുടെ പുറകിലുള്ള ഞങ്ങൾക്ക് കുറച്ച് സ്ഥലമുണ്ട്, അവിടെ ഒന്ന് കാണാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ശരിക്കും നാട്ടിലേക്ക് വരാനായിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് എൻ്റെ ഹസ്ബൻഡിനാണ്, ഹസ്ബൻഡും മോൾക്കുമാണ്. എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് ചെന്നൈയിൽ നിൽക്കാനാണ് ഇഷ്ടം. എന്താണെന്ന് അറിയത്തില്ല, നാടൊക്കെ കണ്ട് നമ്മളിവിടെ ജനിച്ച് വളർന്നത് കൊണ്ടായിരിക്കണം അത്രയും അങ്ങോട്ട് ഭയങ്കരമായിട്ടൊരു എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെയ്ക്കും നാടിനോട്. പക്ഷേ ഹസ്ബൻഡിൻ്റെ നിർബന്ധപ്രകാരമാണ് ഞാൻ എപ്പോഴും നാട്ടിലേക്ക് വരുന്നത്. ഹസ്ബൻഡിന് ഈ പ്രകൃതിയൊക്കെ കാണാനും പ്രകൃതി ഭംഗി ആസ്വദിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പ്രത്യേകിച്ച് എൻ്റെ വീട്ടിൻ്റെ ഒരു ഭാഗമെന്ന് പറയുന്നത് തനി ഗ്രാമപ്രദേശം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് വന്ന് കുറച്ച് നേരം നിൽക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് മൈൻഡൊന്ന് റിലാക്സ് ആവുമെന്ന് ഹസ്ബൻഡ് എപ്പോഴും പറയാറുമുണ്ട്. അങ്ങനെ ഞങ്ങളുടെ സ്ഥലം കാണാനായിട്ട് ഒന്ന് വന്നു. പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. നന്നായിട്ട് മഴ പെയ്ത് കിടക്കുവാണ്. അപ്പോൾ കുറച്ച് ഫ്രണ്ടിലോട്ട് ഇറങ്ങണം. പക്ഷേ ഞങ്ങൾ മുന്നോട്ട് പോയില്ലായിരുന്നു. കാരണം ഇതുപോലെ കരിയില കിടക്കുന്നതുകൊണ്ട് ചിലപ്പോൾ സ്ലിപ്പായിട്ട് വീണു പോവാണെങ്കിലോ, അതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങിയില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റ് അവിടെ നിന്നതിന് ശേഷം വീട്ടിലേക്ക് വന്നു. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് പുറകിലാണ് ഈ സ്ഥലം കിടക്കുന്നത്. അങ്ങനെ വീട്ടിലേക്ക് വന്നപ്പോഴത്തേനും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സ്ഥലം ഞങ്ങളുടെ ഈ സോപാനമാണ്. അപ്പോൾ ഞാനും ഹസ്ബൻഡും നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്താണ് വന്നിരിക്കാറുള്ളത്. ഇവിടെ വന്നിരുന്നിങ്ങനെ മഴയൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കും. ഞാൻ മുന്നേ എൻ്റെ കല്യാണത്തിന് മുന്നേയും ഈ ഒരു സ്ഥലത്ത് തന്നെയാണ് കൂടുതലായിട്ടും ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ചുമ്മാതെ ഇവിടെ വന്നിരിക്കാനായിട്ട് ഭയങ്കര രസമാണ്. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേനും എൻ്റെ അനിയൻ്റെ വൈഫും കുഞ്ഞും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അനിയനിപ്പോൾ നാട്ടിലില്ല, അവൻ നൈജീരിയയിലായിരുന്നു. ഇപ്പോൾ അവൻ ഒറീസയിലേക്ക് മാറിയിട്ടുണ്ട്. അവനിപ്പോൾ നാട്ടിലില്ല കേട്ടോ, വീട്ടിലില്ല. അപ്പോൾ അനിയൻ്റെ വൈഫ് അവളുടെ വീട്ടിലായിരുന്നു. അവിടെ നിന്നിട്ടാണ് അവൾ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ വന്നതുകൊണ്ട് അവൾ എന്തായാലും ഒരാഴ്ച നിൽക്കാനായിട്ട് വീട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് അച്ഛൻ്റെ ബർത്ത്ഡേ, അതായത് പിറന്നാളാണ് വരുന്നത്, ഡേറ്റല്ല. അപ്പോൾ അച്ഛൻ്റെ പിറന്നാളിന് വേണ്ടിയിട്ട് ഹസ്ബൻഡ് പോയിട്ട് പുറത്ത് പോയി കേക്കൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അച്ഛന് സർപ്രൈസായിട്ടാണ് ഈ ഒരു കേക്ക് ഞങ്ങൾ കട്ട് ചെയ്തത്. ഞങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് തന്നെയാണ് വന്നത്. ശരിക്കും ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് എന്ന് പറയുന്നത് എൻ്റെ അനിയൻ്റെ വൈഫിനാണ് കേട്ടോ. കാരണം ഇത്രയും വർഷമായിട്ടും ഞങ്ങൾ അച്ഛൻ്റെയോ അമ്മയുടെയോ ബർത്ത്ഡേയോ വെഡ്ഡിങ് ഡേയോ ഒന്നും തന്നെ ആഘോഷിച്ചിട്ടില്ല. അപ്പോൾ അനിയൻ്റെ വൈഫ്, അതായത് രോഹിണി എന്നാണ് പുള്ളിക്കാരത്തിയുടെ പേര്. അപ്പോൾ രോഹിണി വന്നതിന് ശേഷമാണ് ഇതൊക്കെ ഓർമ്മിച്ചിരിക്കുന്നതും ഇതുപോലെ ഡേറ്റൊക്കെ അവൾക്ക് നല്ല ഓർമ്മയാണ്. അവൾ കാരണമാണ് ഞങ്ങൾ ഇതൊക്കെ ആഘോഷിക്കുന്നത്. അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 വർഷം ആവാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ 3 വർഷം കൊണ്ട് ഞങ്ങളിങ്ങനെ മുടങ്ങാതെ, ഞങ്ങളില്ലെങ്കിൽ അവരെങ്കിലും ഇതുപോലെ കേക്കൊക്കെ മേടിച്ച് കട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പുറത്താണല്ലോ, ഞാനും അനിയനും ഒക്കെ
നാട്ടിലില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഉള്ള സമയത്ത് മാക്സിമം നന്നായിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ കേക്ക് അല്ലാതെ ഓർഡർ ചെയ്ത് വീട്ടിലേക്ക് എത്തിക്കും. അപ്പോൾ ശരിക്കും എൻ്റെ അനിയനെ മിസ് ചെയ്യുന്നുണ്ട്. അവനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നേനെ. ആ സമയത്ത് അവനെ വീഡിയോ കോൾ ചെയ്തു. അങ്ങനെ ഞങ്ങൾ അവനെയും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് കേക്കൊക്കെ കട്ട് ചെയ്തത്. ശരിക്കും ഒരുപാട് വർഷം ആയുരാരോഗ്യ സൗഖ്യത്തോടെ ജീവിക്കാൻ അച്ഛന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ 1000 പിറന്നാൾ ആശംസകൾ നേരുന്നു. ഞങ്ങളെല്ലാവരും കേക്കൊക്കെ അച്ഛന് കൊടുത്തു. അച്ഛനും നമുക്കൊക്കെ തന്നു. കുഞ്ഞുവാവ ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു കേക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണിത്. ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ഞാൻ ഹാപ്പി ആയിട്ടുള്ള 2 ദിവസങ്ങളായിരുന്നു ഇത്. കാരണം എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തിനെ കാണാൻ പറ്റിയതും എൻ്റെ അച്ഛൻ്റെ പിറന്നാൾ ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് ആഘോഷിക്കാനായിട്ട് പറ്റിയതിലും ഒരുപാട് കടപ്പാടുണ്ട് ദൈവത്തോട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം. അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.